വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമ്മുടെ ഗാന്ധി ജയന്തിയുടെ ഒന്ന് രാവിലെ ആട്ടോ. സ്കൂളും ഓഫീസൊക്കെ അവധിയായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ്. കുറച്ച് ലേറ്റ് എന്ന് വെച്ചാൽ കുറച്ച് നന്നായി ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് കേട്ടോ. അങ്കും ദേ എഴുന്നേറ്റ് കറങ്ങി നടപ്പുണ്ട്. നേരെ നന്നായിട്ട് വെളുത്തു. രാക്കെ എഴുന്നേറ്റിട്ടില്ല. രാക്കെ സുഖമായിട്ട് ഉറങ്ങാം. ഇന്നപ്പം നമ്മുടെ രാഷ്ട്രപിതാവിനെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ദേ രാക്കെ ഇറങ്ങുന്നുണ്ടോ, കാലൊക്കെ അനക്കുന്നുണ്ട്. എന്തായാലും കുറച്ചും കൂടെ കിടക്കട്ടെ, ശല്യപ്പെടുത്തുന്നില്ല ഞങ്ങള്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ കാലാവസ്ഥ കണ്ടോ, നല്ല വെയിലാണ് പുറത്ത്. ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞല്ലോ, പകൽ ഇവിടെ നല്ല വെയിലും രാത്രിയിൽ ഒരു ചെറിയ തണുപ്പുമാണ്. അപ്പോൾ ശരിക്കും അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയായത്. വെയിലെന്ന് പറഞ്ഞാൽ നല്ല ശക്തിക്കുള്ള വെയിലാട്ടോ. രാവിലത്തെ ആ വെയിലാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുണ്ട് ഇന്ന്. കാരണം അവധിയായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു, ആരെയും കാണുന്നില്ല. നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്പെഷ്യൽ കോംബോ ആട്ടോ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. കേട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ സിമ്പിൾ സംഭവമാണ്, പക്ഷെ കോംബോ നിങ്ങൾ കേൾക്കാൻ വഴിയില്ല കേട്ടോ. അപ്പൊ ഈ കോംബോനെ കുറിച്ച് കൂടുതൽ ഞാൻ വഴിയേ പറയാം. എന്താന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മുടെ അപ്പമാണ്, നമ്മുടെ സിമ്പിൾ വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം എന്നൊക്കെ പറയുന്നത്. അത് ഞാൻ ഈ രീതിയിൽ നമ്മുടെ കല്ലപ്പ സ്റ്റൈലിൽ ചുട്ടെടുക്കുകയാണ്. കൂടെ നമ്മുടെ തേങ്ങാ ചട്നി കുറച്ച് ലൂസാക്കിയ കേട്ടോ. തേങ്ങയിൽ മുളക് പൊടി, ഉള്ളി, ഉപ്പ്, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് കുറച്ചധികം വെള്ളം ചേർത്തിട്ടുണ്ട്, ലൂസായിട്ട് തന്നെയാണ്. പിന്നെ കടുക് വറുത്ത് വറ്റൽമുളകൊക്കെ ഇട്ട് ഈ രീതിയിൽ ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കി എടുത്തിട്ടുണ്ട്. അപ്പവും ദേ പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ അപ്പവും ചട്നിയും, പക്ഷെ കോംബോ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. കൂടെ ഉള്ളത് ഇതേ പപ്പടം കേട്ടോ. നമ്മുടെ നാട്ടിലെ പപ്പടം എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കിട്ടുന്ന പപ്പടമാണ്. വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും മണവും വേറെ തന്നെയാണല്ലോ. അപ്പോൾ അതും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ വീട്ടിലെ സ്പെഷ്യൽ കോംബോ കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് താഴെ 4 സിസ്റ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ പണ്ട് ഇവരുടെ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുന്നേ കുട്ടിക്കാലത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു തട്ടുകട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യൽ, ആ തട്ടുകടയിലുള്ള ഒരു ഫേമസ് കോംബോ ആയിരുന്നു ഇത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളൊരു സ്പെഷ്യൽ ആയിരുന്നു ഈ അപ്പവും ഇങ്ങനത്തെ ചട്നിയും പപ്പടവും, കൂടെ ഹൈലൈറ്റ് ആയിട്ട് സിമ്പിൾ മുട്ട ഓംലെറ്റും. അപ്പോൾ അത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഫേവറേറ്റ് ആയിരുന്നെന്ന് പറയും, തൊട്ട് താഴെയുള്ള. അപ്പോൾ അപ്പൂപ്പൻ രാത്രി വാങ്ങിച്ചു കൊടുത്ത കഥയൊക്കെ അമ്മ പറഞ്ഞ് എനിക്കറിയാം. പിന്നെ അമ്മ ഇത് കൂടെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ 1-2 പ്രാവശ്യം രാക്കേക്കും അങ്കുനൊക്കെ ഉണ്ടാക്കി കൊടുത്തു. രാക്കേ ജീവിതത്തിൽ ആദ്യമായിട്ട് അതൊക്കെ കേൾക്കുന്നതും കഴിക്കുന്നതും ഒക്കെ കേട്ടോ. അവിടെ ഇങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കുന്ന അവരുടെ വീട്ടിൽ വളരെ കുറവായിരുന്നു. അപ്പോൾ അതേ എൻ്റെ കോംബോ ഞാൻ അവർക്ക് കൊടുത്തിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ലൂസായിട്ടുള്ള ചട്നി, അപ്പവും മുട്ടയും പപ്പടം. സംഭവം പൊളിയാ, ഒരു വെറൈറ്റി തന്നെയാ. അത് കഴിച്ചിട്ട് നല്ലൊരു സമാധാനമുണ്ട് കേട്ടോ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനല്ലേ, ഒത്തിരി സന്തോഷം തരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ദേ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ രാഖി എന്നോട് പറഞ്ഞു നമുക്കിന്നൊന്ന് അമ്പലത്തിൽ പോവാം, ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയാകുമ്പോൾ തന്നെ ഇറങ്ങണം, കുളിച്ച് റെഡി ആവണേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് തുണി കഴിവായിട്ടിട്ടുണ്ടായിരുന്നു, കാരണം നല്ല വെയിലുണ്ടല്ലോ. അതുകൊണ്ട് യൂണിഫോം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ടു. നമ്മുടെ ബാൽക്കണിയിലോട്ട്, ഇപ്പോൾ വെയിലുള്ള സമയമാണ്, നമ്മുടെ ഹാങ്ങറിൽ ഇട്ടാൽ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ അമ്പലത്തിൽ പോകാൻ റെഡിയാവുക കേട്ടോ. തലയൊക്കെ കുളിച്ച് ഉണക്കാൻ ഒന്നും നിന്നില്ല, അങ്ങനെ അങ്ങ് ഇറങ്ങുക. കാരണം 3 മണിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലേ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. ഡൽഹിയിലാണ് നമ്മൾ പോകുന്നത്, ആർക്കേപുരം അയ്യപ്പ ക്ഷേത്രമുണ്ട് ഡൽഹിയിൽ. ബായോ. അങ്ങനെ ഞങ്ങൾ ദേ റെഡിയായി ഇറങ്ങി. പുറത്ത് നല്ലൊരു കാറ്റാട്ടോ. ഞാൻ പറഞ്ഞല്ലോ സമയം 3 മണി ആകാൻ പോവുക. ഞങ്ങൾ എന്തായാലും കുറേ നാളുകൊണ്ട് വിചാരിക്കുക അമ്പലത്തിൽ പോകണം അങ്ങോട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും പോകാമെന്ന് വെച്ചിട്ട് അങ്ങ് ഇറങ്ങുക. ഞാൻ കുറച്ച് നാൾ മുന്നേ ഈ അമ്പലത്തിൻ്റെ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോകുന്ന വഴി ഒരു പുതിയ പാലം വന്നിട്ടുണ്ടേ. അവിടെ പെട്ടെന്ന് കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. ഇപ്പോൾ അതിലെ കൂടെ പോകാൻ നമ്മുടെ പ്ലാന്റ് രാത്രി കാണാനാണ് ഭംഗി. ഞാൻ തിരിച്ചു വരുമ്പോൾ അത് കാണിച്ചു തരാം. പിന്നെ അതേ ഈ വയലുകൾ കണ്ടോ, ഈ വയലിൻ്റെ നടുക്കായിട്ടാണ് നമ്മുടെ അങ്കുവിൻ്റെ സ്കൂള് കേട്ടോ. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും അവിടെ ഇല്ല. ഇവൻ്റെ സ്കൂളാണ് മെയിൻലി വലിയൊരു കെട്ടിടമായിട്ട് അവിടെ ഉള്ളത്. ഇതൊരു ബോർഡിംഗ് സ്കൂളാണ്. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും എല്ലാം അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. ആ കാണുന്ന പ്രദേശമല്ല അങ്കുവിൻ്റെ സ്കൂളാണ്. ഇത്രയും വയലുകളുടെ ഇടയിലാണ് അവൻ്റെ സ്കൂളിൽ നിൽക്കുന്നത്. പണ്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഞാൻ കാണിച്ചല്ലോ, ഒരുപാട് ഇങ്ങനെ വയലിൻ്റെ നടുക്ക് ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്കുവിൻ്റെ സ്കൂളിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ദേ ഇതാണ് നമ്മുടെ ആർക്കേപുരം ക്ഷേത്രം. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എത്തി.
അവിടെ എന്തോ ഭജനയും കാര്യമൊക്കെ നടക്കുക കേട്ടോ. അകത്ത് ഒരു ഓഡിറ്റോറിയം ഉണ്ട് അമ്പലത്തിൻ്റെ. ഇന്നെന്തോ വലിയ തിരക്ക് ഇവിടെ കാണുന്നില്ല കേട്ടോ. സാധാരണ ചില ദിവസങ്ങളിൽ ഇവിടെ വരുമ്പോൾ നല്ല തിരക്കാണ്. നമുക്ക് വണ്ടി പോലും ഇടാൻ പറ്റാത്ത അപ്പുറത്തോട്ട് അമ്പലത്തിൻ്റെ പാർക്കിംഗ് ഉണ്ട്, അവിടെയൊക്കെ കൊണ്ടിടേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇന്ന് വലിയ തിരക്കില്ല. നമുക്കിത് അമ്പലത്തിന് മുന്നിൽ തന്നെ ഇട്ടു. അവിടെ തന്നെ നമുക്ക് ചെരുപ്പൊക്കെ ഊരിയിട്ട് കാലൊക്കെ കഴുകി അകത്തോട്ട് കയറാം. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ കയറുന്ന ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ശാപമാണ് തക്ഷകന്റെ കടി കൊണ്ട് മരിക്കട്ടെ എന്ന്. തക്ഷന് പോകാതിരിക്കാൻ പറ്റില്ല, പക്ഷേ ഈ വിഷവൈദ്യന്മാരുണ്ടെങ്കിൽ എത്തിച്ചേരും. ഓഡിറ്റോറിയത്തിൽ ഞാൻ പറഞ്ഞല്ലോ എന്തോ വായന പോലെ എന്തോ നടക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്കകത്ത് വേണമെങ്കിൽ കയറിയിരുന്ന് കാണാൻ കേൾക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ ഓരോ പരിപാടികൾ, ഡാൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാർ ഇവിടെ എവിടെയോ താമസിക്കുന്നുണ്ടെന്ന് ഒരു കമൻറ്റ് ഇട്ടതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഈ അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോൾ അതേ അവിടെ നിന്ന് കിട്ടിയതാണ് നമ്മുടെ പാൽപ്പായസം കേട്ടോ, പ്രസാദമായിട്ട്. പിന്നെ അവിടെ നമുക്ക് വഴിപാട് നടത്താനും അരവണയൊക്കെ കിട്ടുന്ന കൗണ്ടറുണ്ട്. അപ്പോൾ ഇന്ന് അരവണ ഇല്ലെന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ. ഇതൊക്കെ അമ്പലത്തിൻ്റെ ഏരിയ കേട്ടോ. നാഗരാജാവും ദേവിയും ചുറ്റും ശിവൻ്റെയും ഒക്കെ പ്രതിഷ്ഠകളും. അകത്ത് മെയിൻ അയ്യപ്പനാണ്. നമ്മുടെ നാട്ടിൽ അതേ ആചാരങ്ങളും കാര്യങ്ങളും നമ്മുടെ തിരുമേനിമാരും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ എൻട്രൻസ് ഇതാണ്. ഒരു പ്രത്യേക സമാധാനമാണ് ഇവിടെ വരുമ്പോൾ. പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് ഒരുപാട് സ്പേസും ഉണ്ട്. ഇപ്പോൾ ഡൽഹിയിലെ ഒരു നല്ല ഏരിയയാണ് ഈ ആർക്കേപുരം എന്ന് പറയുന്നത്. അവിടെ ഇത്രയും സ്പേസ് നമുക്ക് ഒരു അയ്യപ്പൻ്റെ ഒരു അമ്പലത്തിനെന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു കാര്യമുണ്ടോ. ഇതൊക്കെ സ്റ്റേജൊക്കെ കിട്ടാനും ഉത്സവമൊക്കെ നടത്തുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. ഒരു മനസ്സമാധാനം നമുക്ക് ഒത്തിരി കിട്ടും. ഞങ്ങൾ തൊഴുതിട്ട് ദേ തിരിച്ചു പോവുകയാണ്. ഫ്രണ്ട് വശം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ശരിക്കും ആ ചുറ്റമ്പലത്തിൻ്റെ അകത്തോട്ട് നമുക്ക് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചുറ്റും ഒന്ന് എടുത്തത്. അപ്പോൾ ഈ ഏരിയയോടുകൂടി അമ്പലത്തിൻ്റെത് കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ സൈഡിലോട്ട് നമ്മുടെ സെയിൻറ്റ് തോമസ് ചർച്ച് ഉണ്ട്. നമ്മുടെ മലയാളികളുടെ ഒരു ചർച്ചാണ്. ഇതൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. ഒരു നല്ല ഏരിയ തന്നെയാണ് ആർക്കേപുരം. തിരക്കേ ഇന്നില്ല കേട്ടോ. എനിക്കറിയില്ല എന്താ പറ്റിയെന്ന്. സാധാരണഗതിയിൽ നല്ല തിരക്കുള്ള ഒരു ഏരിയ ഇതൊക്കെ. ഇന്ന് പിന്നെ നമ്മുടെ ഗാന്ധി ജയന്തി ആയതുകൊണ്ട് ഡ്രൈ ഡേ കൂടിയാണ്. അതിൻ്റെയും തിരക്കപ്പോൾ ഒത്തിരി കുറവല്ലേ. നമ്മുടെ ബിവറേജസിനെയാണ് ഉദ്ദേശിച്ച കേട്ടോ. ഇത് പഞ്ചാബീസിൻ്റെ ഗുരുദ്വാരയാണ്. സിഖ് മതത്തിൻ്റെ ഗുരുദ്വാര. ഒരു വലിയ ഗുരുദ്വാരയാണ് ഇവിടെ കേട്ടോ. ഇതും നല്ല സെൻട്രലായിട്ട് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബസ്സിലും എല്ലാം ഇന്ന് ആൾ കുറവാണ്. എന്തായാലും നന്നായി. ഈ തിരക്ക് കുറഞ്ഞ ദിവസം ഉണ്ടല്ലോ, നമ്മൾ ഡൽഹിയിലൂടെ ഇങ്ങനെ പ്രത്യേകിച്ച് രാത്രി പോകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒത്തിരി തിരക്കാണെങ്കിൽ നമ്മൾ ശരിക്കും വെറുത്തു പോകും കേട്ടോ. നമുക്ക് ട്രാവലേ മടുത്തു പോകും. പക്ഷേ ഈ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഇതേ നോക്കിയേ നമ്മുടെ ഡൽഹി, നമ്മുടെ ക്യാപിറ്റൽ എന്ത് ഭംഗിയാണെന്നറിയാമോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ആ ഒരു ഭാഗ്യമുണ്ടായി. ഇതിന് മുന്നേയും 1-2 പ്രാവശ്യം ഇങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് എല്ലാം ആസ്വദിച്ച് പോകാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പം നമ്മളിന്ന് മലബാർ ഹോട്ടലിലല്ല ഫുഡ് കഴിക്കാൻ വരുന്നത്. പഞ്ചാബി ഫുഡ്, നല്ല ഒതൻറ്റിക് പഞ്ചാബി ഫുഡ് കിട്ടുന്ന സ്ഥലമായത്. അപ്പോൾ ഇന്ന് നമുക്ക് പഞ്ചാബി ഫുഡ് കഴിക്കാമെന്ന് രാഖിക്കൊരു ആഗ്രഹം. അങ്ങനെ ഇങ്ങോട്ടാണ് കയറുന്നത്. ഇത് നല്ല തിരക്കുള്ളൊരു ഹോട്ടലാണ്. കണ്ടോ, ശരിക്കും ഒരു ഢാബയാണ്. നല്ല തിരക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, വണ്ടികളൊക്കെ ഇങ്ങനെ അടുങ്ങി കിടക്കുക. അപ്പം നമുക്കും എന്തായാലും പാർക്കിംഗ് കിട്ടി. ഹൈവേയിലാണ്, പോകുന്ന വഴി തന്നെയാണ്. റാവു ഹോട്ടലിന് ആ പേര്. വെജിറ്റേറിയൻ പഞ്ചാബി ഢാബയാണ്, പ്യോർ വെജിറ്റേറിയൻ. നമ്മളിത് മെനു ഒക്കെ നോക്കുന്നുണ്ട്. ആദ്യം ഇവിടെ വന്ന് കുടിക്കേണ്ട ഒരു സംഭവം എന്താണെന്നറിയാമോ? കുല്ലറ്റ് ലസ്സി. അത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. സ്വീറ്റ് ലസ്സിയാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം തന്നെ അത് വാങ്ങി കുടിക്കുമ്പോൾ നമ്മളങ്ങ് തണുക്ക് കേട്ടോ. അപ്പോൾ ആദ്യം അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് ഭക്ഷണം കൊണ്ടുപോകാൻ മതിയെന്ന് പറഞ്ഞു. ഭക്ഷണവും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഫുഡൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടാണ് വീണ്ടും ഇവിടെ തന്നെ കയറിയത്. അപ്പോൾ ഇത് നമ്മൾ ഡൽഹി ഗുഡ്ഗാവ് ആ പോകുന്ന വഴിയിലാണ്. അപ്പം ഇതാണ് നമ്മുടെ കുല്ലറ്റ് ലസ്സി. വേറെ ഒന്നുമല്ല, നമ്മുടെ ആ ചട്ടി പോലത്തെ എന്താ പറയുക, മൺ ഗ്ലാസ് ഉണ്ടല്ലോ, മൺ ഗ്ലാസ്സിനകത്ത് നമ്മുടെ കട്ട തൈര് അടിച്ച് റൂഫ്സി അതിനകത്ത് ഇട്ടേക്കുന്ന ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി സ്വീറ്റ് ലസ്സിയാണ്. പിന്നെ ഇവിടുത്തെ അച്ചാറാ കണ്ടോ, മുളകച്ചാറാ, പച്ചമുളക് അച്ചാറ്. ഞാനിങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ, ഒരു ഭംഗിക്ക് വേണ്ടി എടുത്തു വെക്കുന്നുണ്ട്. എനിക്ക് എരിവ് കൂടുതൽ കഴിക്കാൻ ഇപ്പോൾ കുറച്ച് പേടിയാണ്. എങ്കിലും വലിയ കുഴപ്പമില്ല കേട്ടോ ഈ അച്ചാറ്. പിന്നെ മിക്സഡ് പിക്കിളും ഉണ്ട്, നാരങ്ങയും ക്യാരറ്റും ഒക്കെ ഇട്ടാണ്ടോ. ഇവിടുത്തെ ടേസ്റ്റാണ്. അപ്പോൾ ഈ പറാട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഇവർക്ക് അച്ചാറാണല്ലോ മെയിനായിട്ട്. പിന്നെ ഗ്രീൻ സാലഡ് കൊണ്ട് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഉള്ളിയും നാരങ്ങയും സാലഡ് കുക്കുംബറൊക്കെ അരിഞ്ഞത്.
അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. തന്തൂരി തവ റൊട്ടി കേട്ടോ, ബട്ടർ റൊട്ടി. പിന്നെ മഷ്റൂം, കടായി മഷ്റൂം പറഞ്ഞിട്ടുണ്ട്. ഇതാണ്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഒരു പനീറിൻ്റെ, ഷെഫ് സ്പെഷ്യൽ, റാവു സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു പനീറിൻ്റെയും. പിന്നെ ഇത് കൂടാതെ രാക്കി ചില്ലി ഗോപിയും കൂടെ പറഞ്ഞു. എവിടെ ചെന്നാലും ഈ രാക്കിക്ക് ചില്ലി ഗോപിയാണ്. ഞാൻ പറഞ്ഞ രാക്കി ഇത് അധികമാവും, നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫുഡ് കിട്ടുമ്പോൾ അതല്ലേ കഴിക്കേണ്ടത്, ഈ ചില്ലി ഗോപി വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് വിശപ്പുണ്ടെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. പക്ഷേ നമുക്കിത് മുഴുവനൊന്നും കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല കേട്ടോ, പറ്റിയില്ല സത്യം പറഞ്ഞാൽ. എനിക്കിത് ഏത് ആവശ്യം ഉള്ളത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറേശ്ശെ ഇതെല്ലാം ഞാൻ കഴിക്കുകയും ചെയ്യും. പിന്നെ റൊട്ടി ഇനിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരെണ്ണം കഴിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്കുവും ഇങ്ങനെ ആദ്യം ഭയങ്കര വിശപ്പൊക്കെ കാണിക്കുമെങ്കിലും ഒരു പരിധി ഉണ്ട് അവന് കഴിക്കുന്നതിന്. പിന്നെ കഴിച്ചിറങ്ങി അവിടെ തന്നെ ഫ്രണ്ടിൽ നമ്മുടെ അമൂലിൻ്റെ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് കോൺ ഐസ്ക്രീം വാങ്ങി. കോൺ ഐസ്ക്രീം ശരിക്കും ആദ്യം കണ്ടില്ലായിരുന്നു, കപ്പിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ കപ്പ് പറഞ്ഞിട്ട് അവരെടുത്ത് വെച്ചിട്ടാണ് കോൺ കണ്ടത്. അങ്ങനെ പിന്നെ 2 കോൺ പറഞ്ഞു. കപ്പ് പിന്നെ രാക്കേക്ക് കൊടുത്തു കേട്ടോ. രാക്കേക്ക് പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കപ്പിൽ അയാൾ എടുത്തു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സാരമില്ലാച്ച് ഞങ്ങൾ അതങ്ങ് വാങ്ങിച്ചിട്ട് രാക്കേക്ക് കപ്പ് കൊടുത്ത് ഞങ്ങൾ കോൺ കഴിച്ചു. ഹൈവേയിലാണ്, തൊട്ടടുത്ത് തന്നെ നമ്മുടെ എയർപോർട്ട്. ഫ്ലൈറ്റ്സ് ഇങ്ങനെ പോകുന്നുണ്ട്, ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തിരക്കുള്ളൊരു ഹൈവേയാണ്. അങ്ങനെ നമ്മൾ ഹൈവേ ഒക്കെ എൻജോയ് ചെയ്ത് ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ നമ്മുടെ ഡൽഹിയുടെ ആ ഒരു ഭംഗി ഞാൻ കാണിച്ചു തരാം രാത്രിയിലത്തെ കേട്ടോ. ഇതൊക്കെ നമ്മുടെ എയർപോർട്ട് റോഡിലെ അവിടെയുള്ള ഹോട്ടൽസ് ആണ്. ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ശരിക്കും നേരിട്ടാണ് ഒത്തിരി ഭംഗിയാ, നല്ല രസമാട്ടോ. എന്തോരം ഹോട്ടൽസ് ആണെങ്കിൽ ഇങ്ങനെ അടിക്കാൻ ഇങ്ങനെ നിൽക്കുന്നതെന്നറിയാം, എന്ത് ഭംഗിയിൽ കുറേ ഉണ്ട് സംഭവം. നമ്മുടെ എയർപോർട്ടിനെ തൊട്ടടുത്താ. ശരിക്കും ഈ ഡൽഹി ഗുഡ്ഗാവ് ഓൾമോസ്റ്റ് ബോർഡറിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എയർപോർട്ട് ശരിക്കും അവിടെയാണല്ലോ ഉള്ളത്. അതെ, എയർപോർട്ട് ആ സൈഡിലെ ഈ സൈഡിലെല്ലാം നമ്മുടെ ഹോട്ടൽസാണ്. പിന്നെ ഈ റാഡിസൺ ബ്ലൂ പ്ലാസ കണ്ടോ, ഇത് രാക്കയുടെ ഒരു നൊസ്റ്റാൾജിയാണ്. രാക്കി 15 വർഷം മുന്നേ നമ്മുടെ ഇപ്പം വർക്ക് ചെയ്യുന്ന ഈ കമ്പനിയിൽ ഇൻ്റർവ്യൂ വന്ന ഇവിടെയാണ്. നമ്മൾ തീരെ ചെറുപ്പമായിരുന്ന സമയത്ത്, അന്ന് അങ്കൊന്നും ജനിച്ചിട്ടില്ല. ഞങ്ങൾ പഞ്ചാബിലായിരുന്നു. കല്യാണം കഴിഞ്ഞ് 2 വർഷമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാക്കി ശരിക്കും പഠിച്ചത് ഡൽഹിയിലാട്ടോ, MBA ഒക്കെ ചെയ്തത് ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹിയിലാണ് 2 വർഷം വർക്ക് ചെയ്തിട്ട് പിന്നെ പഞ്ചാബിലോട്ട് കിട്ടി, വേറെ ജോലി കിട്ടി. അങ്ങോട്ട് പോയപ്പോഴാണ് എന്നെ കല്യാണം കഴിച്ച് അങ്ങോട്ടാണ് പോയത്. 2 വർഷം ഞങ്ങൾ അവിടെ നിന്നപ്പോൾ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഈ പുതിയ കമ്പനിയിൽ കിട്ടി. 15 വർഷം മുന്നേ ആണ്. അതിനുശേഷം ഇവിടെ വന്നിട്ടാണ് അവിടെ അങ്കു ഒക്കെ ജനിച്ചത് തന്നെ. അപ്പോൾ അങ്കു ശരിക്കും ബോൺ ആൻഡ് ബോട്ടം നമ്മുടെ ടൗൺഷിപ്പ്, ഹരിയാന ടൗൺഷിപ്പിൽ തന്നെയാണ്. അതേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. ഞാനത് ഇങ്ങനെ എടുക്കുക. മെട്രോയും കാര്യങ്ങളൊക്കെ സൈലൻ്റായി കേട്ടോ, ശരിക്കും നല്ല സൈലൻ്റായി സംഭവം കാര്യങ്ങളൊക്കെ. ഹൈടെക് സിറ്റി ആയത്. ഇത് ഗുഡ്ഗാവാണ്. ഇപ്പം ഞാൻ കാണിക്കുന്നതെല്ലാം ഗുഡ്ഗാവിലും ഒരുപാട് വലിയ നല്ല നല്ല ഓഫീസസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഗുഡ്ഗാവ് ഏരിയ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് പോകേണ്ടത്. നമ്മൾ താമസിക്കുന്നത് ജജ്ജർ എന്ന് പറയും, ഹരിയാന കയറും. ഡൽഹി NCR റീജിയനാണ് നമ്മൾ താമസിക്കുന്നത്, ഹരിയാന സ്റ്റേറ്റിൽ. ഗുഡ്ഗാവ് തന്നെ ഹരിയാന കയറുമല്ലോ. ഗുഡ്ഗാവ് ഇപ്പോൾ ഗുരുഗ്രാമം കേട്ടോ, പേര് മാറ്റി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ ഒരു കാഴ്ചകൾ, രാത്രി കാഴ്ചകൾ. അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തെത്തി. നമ്മൾ കയറിയ ആ പാലത്തിൽ നിന്ന് നമ്മുടെ പ്ലാന്റിലേക്കുള്ള കാഴ്ചയായത് കേട്ടോ. എന്ത് ഭംഗിയാണ് രാത്രിയിൽ നിന്നറിയാവോ ലൈറ്റ്. ഒന്നാമത് തെർമൽ പവർ പ്ലാന്റ് അല്ലേ, അപ്പം മൊത്തത്തിൽ ചുറ്റും ഇങ്ങനെ വയൽ വിരുട്ടുക. അതിൻ്റെ അവിടെ ഈ തെർമൽ എനർജി ഉള്ളതായത്. അപ്പുറത്ത് NTPC ഓപ്പോസിറ്റ് സൈഡ്, ഇപ്പുറത്ത് നമ്മുടെ MNC ആണ് നമ്മുടെ പ്ലാന്റ്. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.